മലയാള മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയും പോലെ വളരെ നിരാശാജനകവും നിതീഷ് നായിഡു ബജറ്റുമാണോ മൂന്നാം സർക്കാരിൻ്റെ ആദ്യ ബജറ്റായി നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത്? നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നിർമ്മലാ സീതാരാമൻ ഇത്തവണ അവതരിപ്പിച്ച ബജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സർക്കാരിൻ്റെ കണ്ണിലുള്ള 4 ജാതികൾക്ക് വേണ്ടിയുള്ള ബജറ്റാണിത് എന്നാണ്. മുന്നോക്കം, ബ്രാഹ്മണ്യം, OBC, പിന്നോക്കം എന്ന 4 ജാതിയല്ല. പ്രതിപക്ഷം പറയുന്നത് പോലെ മനുസ്മൃതിയിലെ ആ 4 ജാതിയുമല്ല. അന്നദാത എന്ന ജാതിയിൽപ്പെട്ട കർഷകർ, ഗരീബ് എന്ന ഗണത്തിൽപ്പെട്ട പാവപ്പെട്ടവർ, പിന്നെ രാജ്യത്തെ യുവാക്കൾ എന്ന ജാതിയും സ്ത്രീകൾ എന്ന ജാതിയും. അതാണ് മോദി സർക്കാരിൻ്റെ കണ്ണിലെ 4 പ്രധാനപ്പെട്ട ജാതികൾ. അവർക്ക് വേണ്ടിയുള്ള ബജറ്റായിരുന്നു നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തെ ബജറ്റ് പോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്ര എന്ന പരിപാടിയുമില്ല. പകരം ഓരോ സെക്ടറുകൾക്കും ഇത്ര തുക എന്ന രീതിയിലാണ് ബജറ്റിൽ തുക വകയിരുത്തുന്നത്. അത് ഇപ്രകാരമാണ്: പ്രതിരോധ രംഗത്തിന് 4.5 ലക്ഷം കോടി, ഗ്രാമീണ മേഖലയിലെ വികസനങ്ങൾക്ക് 2.65 ലക്ഷം കോടി, കാർഷിക മേഖലയ്ക്ക് 1.5 ലക്ഷം കോടിയിൽ കൂടുതൽ, ആഭ്യന്തര വകുപ്പിന് കീഴിലെ വിവിധ പദ്ധതികൾക്ക് പോലീസിങ്ങിനൊക്കെ 1.5 ലക്ഷം കോടി, വിദ്യാഭ്യാസ മേഖലയിൽ 1.25 ലക്ഷം കോടി, IT ടെലികോം സെക്ടറിൽ ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 90,000 കോടി രൂപ, ഊർജ്ജ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് 70,000 കോടി, സാമൂഹ്യ നീതി വകുപ്പിന് 56,000 കോടിയും വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് ഏതാണ്ട് 50,000 കോടി രൂപയും. ഇതുകൂടാതെ ക്യാപിറ്റൽ വരുമാനത്തിൽ നിന്ന് 15 ലക്ഷം കോടി രൂപ റോഡ്, ഉപരിതല ഗതാഗതം, ബഹിരാകാശം, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം എന്നീ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കും ഈ രീതിയിലാണ് മോദി ഗവൺമെൻറ് പണം ചെലവഴിക്കുന്നത്. അല്ലാതെ ബീഹാറിനും ആന്ധ്രയ്ക്കും 1 ലക്ഷം കോടി എന്ന കണക്കിലല്ല. ശരിയാണ്, കാലങ്ങളായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നൽകുന്ന പണത്തിൽ കുറച്ച് കൂടുതൽ ബീഹാർ മുതൽ ആന്ധ്ര വരെയുള്ള മേഖലയിൽ ഇത്തവണ ഈ ബജറ്റിൽ നൽകിയിട്ടുണ്ട്. അത് മോദി സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമായാണ്. പൂർവോദയ എന്നതാണ് ആ പദ്ധതി. മുൻപ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക മന്ത്രാലയവും മന്ത്രിയും ഫണ്ടും അനുവദിച്ചതുപോലെ ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലയെ ഇരുട്ടിൽ നിന്ന് വികസനത്തിൻ്റെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് പൂർവോദയ. അതിൽ ബീഹാറും ആന്ധ്രയും മാത്രമല്ല ഉള്ളത്. ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അമൃത്സർ മുതൽ കൊൽക്കത്ത വരെയുള്ള വ്യവസായ ഇടനാഴി ആ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ്. അത് കടന്നുപോകുന്ന ബീഹാറിലെ ഗയയിൽ ഒരു വ്യാവസായിക സിറ്റിയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കൂടാതെ വിശാഖപട്ടണം മുതൽ ചെന്നൈ വരെയുള്ള വ്യവസായ ഇടനാഴിയും ഹൈദരാബാദ്, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയും ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ആത്മീയ ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി നളന്ദ, തക്ഷശില എന്ന പ്രാചീന സർവകലാശാല നിലനിൽക്കുന്ന രാജ്ഗിർ മേഖലയ്ക്കും ഒഡീഷയ്ക്കും നൽകിയതിനെയാണ് നിതീഷ് കുമാറിന് മോദി കീഴടങ്ങിയെന്ന് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. കൂടാതെ സോണിയാഗാന്ധിയുടെ നിർബന്ധ ബുദ്ധിയിൽ മുറിച്ച് രണ്ടാക്കിയ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് ഒരു തലസ്ഥാനമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് തലസ്ഥാന നിർമ്മാണത്തിന് വാഗ്ദാനം നൽകിയ 15,000 കോടി രൂപ ഈ ബജറ്റിൽ മോദി ആന്ധ്രാപ്രദേശിന് നൽകിയിരിക്കുന്നു. അതും രാഷ്ട്രീയ പക്ഷഭേദമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കേണ്ട പണം തന്നെയാണത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് സമ്മർദ്ദം ചെലുത്തി ആന്ധ്രാപ്രദേശ് അത് വാങ്ങിയെടുത്തെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. എന്നും രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോലും നിയമ പോരാട്ടത്തിന് പോകുന്ന, കടം വാങ്ങി ദൂർത്തടിക്കുന്ന കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും അധിക വിഹിതം വേണമെന്ന് പറയാൻ എന്തർഹതയാണുള്ളതെന്ന് ഓരോ മലയാളിയും സ്വയം ചിന്തിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതവും പദ്ധതി വിഹിതവും കൂടാതെ 1.5 ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി 40 വർഷം നീണ്ട തിരിച്ചടവ് പരിധിയിൽ ലോണായി നൽകാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അതൊക്കെ യഥാവിധി വാങ്ങി ഉപയോഗപ്പെടുത്താൻ അറിയാത്തവർ സംസ്ഥാനം ഭരിച്ചിട്ട് കാര്യമില്ല എന്നും മലയാളി മനസ്സിലാക്കണം. തൊഴിലുറപ്പ് പദ്ധതിക്കായി ഈ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് 86,000 കോടി രൂപയാണ്. മോദി സർക്കാരിൻ്റെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ പോലും ഇത് 60,000 കോടി രൂപ മാത്രമായിരുന്നു. ഗവേഷണ പദ്ധതികൾക്ക് 1,200 കോടി, ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുകൾക്ക് 2,228 കോടി, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിന് 2,143 കോടി, സെമി കണ്ടക്ടർ ഡിസ്പ്ലേ മാനുഫാക്ചറിംഗ് രംഗത്ത് ഏതാണ്ട് 7,000 കോടി, സോളാർ മേഖലയിൽ 10,000 കോടി. മറ്റൊരു വലിയ സിഗ്നൽ കൂടി ഈ ബജറ്റിലൂടെ നിർമ്മലാ സീതാരാമനും മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. LPGക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞ ബജറ്റിൽ വെറും 100 കോടി രൂപ മാത്രമായിരുന്നെങ്കിൽ ഈ ബജറ്റിൽ 1,500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗ്യാസ് സബ്സിഡി ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്നത് പുനഃസ്ഥാപിക്കുന്നു എന്ന് തന്നെയാവണം. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഇൻകം ടാക്സിൻ്റെ സ്ലാബുകളും വരുത്തിയ മാറ്റങ്ങളും തന്നെ നോക്കാം. 2024 ഏറ്റവും പുതിയ ബജറ്റ് പ്രകാരം 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള വ്യക്തിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. 3 മുതൽ 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള വ്യക്തി 5% ടാക്സ് അടയ്ക്കുകയും വേണം. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന പരിധി 75,000 രൂപ കൂടി ആക്കിയിരിക്കുന്നു. അതായത് 7,75,000 വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി
ഗവൺമെൻറ്റിന് ടാക്സായി ഒരു വർഷം അടയ്ക്കേണ്ടത് ഇനി 7,70,75,000 രൂപയിൽ നിന്ന് ആദ്യത്തെ 3 ലക്ഷവും 75,000 കഴിച്ച് ബാക്കിയുള്ള 4 ലക്ഷം രൂപയുടെ 5% 20,000 രൂപ മാത്രമാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ 65,000 രൂപ വരെ മാസശമ്പളമുള്ള ഒരു വ്യക്തിയെ മിഡിൽ ക്ലാസ് എന്ന് വിളിച്ചാൽ അവർ ഗവൺമെൻറ്റിന് ഇനി അടയ്ക്കേണ്ട ഇൻകം ടാക്സ് എന്നത് വർഷത്തിൽ 20,000 രൂപ മാത്രമാണ്. 31,250 രൂപ വരെ മാസശമ്പളമുള്ള ഒരു വ്യക്തി ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നുമില്ല. അതിനു മുകളിൽ മാസവരുമാനമുള്ളവർ അടയ്ക്കേണ്ട വാർഷിക നികുതി നോക്കിയാൽ 40,000 രൂപ മാസശമ്പളമുള്ള ഒരാൾ വർഷം 5,250 രൂപയും 50,000 രൂപ മാസവരുമാനമുള്ളവർ വർഷം 11,250 രൂപയുമാണ് ടാക്സായി ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടി വരുന്നത്. ഇതിൽ പോലും തൃപ്തരാകാതെ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന മിഡിൽ ക്ലാസ്സിന് മനസ്സിലാകാൻ ഒരു കണക്കുകൂടി പറയാം. നരേന്ദ്രമോദി അധികാരത്തിന് വരും മുൻപുള്ള ഇൻകം ടാക്സ് സ്ലാബ് പ്രകാരം 2.5 ലക്ഷം വാർഷിക വരുമാനം വരെയാണ് ടാക്സ് ഇല്ലാതിരുന്നത്. അതായത് മാസം 20,500 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കണമായിരുന്നു. അതും എത്രയാണെന്നറിയുമോ? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ അതിൻ്റെ 10% നികുതിയായി അടയ്ക്കണമായിരുന്നു. അതായത് മാസം 42,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി ആദ്യത്തെ 2.5 ലക്ഷം കഴിഞ്ഞുള്ള ബാക്കി വരുമാനത്തിന് മാത്രം 25,400 രൂപ നികുതിയായി ഗവൺമെൻറ്റിന് കോൺഗ്രസിൻ്റെ കാലത്ത് 2014 പോലും നൽകണമായിരുന്നു. കഴിഞ്ഞില്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി 20% ടാക്സ് ഗവൺമെൻറ്റിന് നൽകണമായിരുന്നു 2014 വരെ. അതിനെ ഇന്നത്തെ ടാക്സ് ലാഭവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 7,70,75,000 രൂപ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി, അതായത് 65,000 രൂപ മാസശമ്പളമുള്ള ഒരു വ്യക്തി ഇന്ന് 2024 ഗവൺമെൻറ് നൽകേണ്ട വരുമാന നികുതി വർഷത്തിൽ വെറും 20,000 രൂപയാണെങ്കിൽ 2014 മുൻപുള്ള സ്ലാബ് പ്രകാരം അവൻ നൽകേണ്ടിയിരുന്നത് 1,06,000 രൂപയായിരുന്നു. ഇതൊന്നും അറിയാത്ത പുതുതലമുറയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ തേനും പാലും ഒഴുകിയേനെ എന്ന് വാദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നത്. 2014 സ്ലാബ് പ്രകാരം 10 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ള എല്ലാവരും വരുമാനത്തിൻ്റെ 30% ഗവൺമെൻറ്റിന് നികുതിയായി നൽകണമായിരുന്നു. എന്നാൽ 2024 ഏറ്റവും പുതിയ ബജറ്റ് പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കണക്കാക്കിയാൽ 11 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ വരുമാനത്തിൻ്റെ 15%, 13 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ 20%, 16 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ 30%മാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. അതായത് ഒരു മാസം 1,30,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തി ഒരു വർഷത്തിൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ നൽകേണ്ട നികുതി എന്നത് 1,90,000 രൂപയാണ്. ഇത് വളരെ കൂടുതലാണ്. ഞാൻ പണിയെടുത്ത കാശ് എന്തിനാണ് സർക്കാരിന് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇത് എല്ലാ രാജ്യത്തും ഉള്ളതാണ് എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന 2014 ഇതേ 1,30,000 രൂപ മാസശമ്പളം ഉണ്ടായിരുന്നൊരു വ്യക്തി ഒരു വർഷം നൽകേണ്ടിയിരുന്ന ടാക്സ് എന്നത് 3,90,000 രൂപയായിരുന്നു എന്ന് ഞാൻ അവരോട് പറയുന്നു. അത് മറന്നുകൊണ്ട് നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുകൂടാതെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഫണ്ടിനുമൊക്കെ നികുതി ഇളവ് നൽകുന്നുമുണ്ട്. അതൊന്നും പരിഗണിക്കാത്ത കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നിരുന്നാലും സ്വയം പഠിച്ച് ജോലി വാങ്ങിയെടുത്ത് വിയർപ്പൊഴുക്കി താൻ ജോലി ചെയ്യുന്നതിൽ ഒരു വിഹിതം നികുതിയായി രാജ്യത്തിന് നൽകുന്ന ഈ വ്യക്തികൾക്ക് ഗവൺമെൻറ് തിരിച്ച് എന്ത് പരിഗണന നൽകുന്നു എന്നതൊരു ചോദ്യം തന്നെയാണ്. 10% മുകളിൽ വരുമാന നികുതി അടയ്ക്കുന്നവർക്ക് ഫ്രീ റേഷനില്ല, ആയുഷ്മാൻ ഭാരത് പ്രകാരം സൗജന്യ ചികിത്സയില്ല, കിസാൻ സമ്മാൻ നിധി കിട്ടുന്നില്ല, ഗ്യാസ് സബ്സിഡി പോലും ഇപ്പോഴില്ല. തീർച്ചയായും കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾ രാജ്യത്ത് വളരെ ചെറിയ ശതമാനമായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ബാങ്കുമല്ലായിരിക്കാം. പക്ഷേ അവരെ പരിഗണിച്ച് ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്തം രാജ്യം ഭരിക്കുന്നവരുടേതാണ്. കൃത്യമായി ഈ രാജ്യത്ത് ടാക്സ് അടയ്ക്കുന്നവർക്ക് ഗവൺമെൻറ് വിഹിതം നൽകുന്ന ഒരു നല്ല പെൻഷൻ പ്ലാൻ, അല്ലെങ്കിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്കീം, അതുമല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ രാജ്യത്തെ സൈനികനെ ബഹുമാനിക്കണമെന്ന് പറയും പോലെ ടാക്സ് പേയേഴ്സിന് സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്ന അവസ്ഥയെങ്കിലും പ്രധാനമന്ത്രി ഉണ്ടാക്കേണ്ടതാണ്. ഉദാഹരണമായി കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് വർഷാവർഷം ഗവൺമെൻറ് ഒരു കാർഡ് നൽകുകയും ആ കാർഡുമായി രാജ്യത്തെ ഏതൊരു ബാങ്കിലും ഓഫീസിലും അവർക്ക് പ്രത്യേക പരിഗണനയോ പ്രത്യേകം ക്യൂവോ എങ്കിലും നൽകാൻ ഈ രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കേണ്ടതാണ്. രാജ്യത്തിന് നികുതി നൽകാത്ത പ്രവാസികൾക്ക് പോലും ബാങ്കുകളിൽ പ്രത്യേക പരിഗണന ലഭിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി ടാക്സ് അടയ്ക്കുന്നവരെ വെറും മണ്ടൻ അടിമകളായി ഭരണകൂടം കാണരുത് എന്നതൊരു അഭ്യർത്ഥനയാണ്. തീർച്ചയായും അവരുടെ പ്രതിഷേധം വോട്ടുകളായി നിങ്ങൾക്കെതിരായി ഭവിച്ചേക്കാം. ഇനി നമുക്ക് ബജറ്റിലെ മറ്റു മേഖലകൾ കൂടി ഒന്ന് നോക്കാം. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് പ്രകാരം 2024-25 രാജ്യം പ്രതീക്ഷിക്കുന്ന നികുതി വരുമാനം 31.3 ലക്ഷം കോടി രൂപയാണ്. അത് മോദി സർക്കാരിൻ്റെ തന്നെ മുൻകാലങ്ങളെക്കാൾ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അതേസമയം തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന കണക്കിൽ വരുന്ന കടം വാങ്ങുന്ന വരുമാനം
16.90 ലക്ഷം കോടി രൂപയാണ്. അത് മുൻകാലത്തേക്കാൾ കുറഞ്ഞു വരുന്നുവെന്ന് മനസ്സിലാക്കിയാൽ രാജ്യം സാമ്പത്തികമായി ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ബജറ്റ് പ്രകാരമുള്ള ചെലവ് നോക്കിയാൽ റവന്യൂ ചെലവ് 37 ലക്ഷം കോടിയും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ചെലവഴിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 15 ലക്ഷം കോടിയാണെന്നും കാണാം. റവന്യൂ ചെലവ് എപ്പോഴും റവന്യൂ വരുമാനത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നതാണ് ഒരു നല്ല സാമ്പത്തിക സ്ഥിതിക്ക് ഉദാഹരണമായി പറയുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ രാജ്യം അതിൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നതൊരു വസ്തുതയാണ്. രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ഇപ്രകാരമാണ്. അതിൽ 27% മാത്രമാണ് കടമെന്നത് വിവിധ രാജ്യങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കിയാൽ വളരെ ആശ്വാസമാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റവന്യൂ ചെലവിൻ്റെ ഘടകങ്ങൾ നോക്കിയാൽ കേന്ദ്രത്തിന് ലഭിക്കുന്ന ആകെ വരുമാനത്തിൻ്റെ 21% സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമായും 9% ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻറ്റും കൂട്ടിയാൽ 30% പോകുന്നത് സംസ്ഥാനങ്ങളിലേക്ക് തന്നെയാണ്. അതിനുശേഷവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകൾ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് 8%. അതുകൂടി സംസ്ഥാനങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്ന് കണക്കാക്കിയാൽ ആകെ വരുമാനത്തിൻ്റെ 46% പണവും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രം ചെലവഴിക്കുന്നത് എന്ന് ഈ ബജറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാജ്യത്തെ പ്രതിരോധ രംഗത്തിന് വേണ്ടി ചെലവഴിക്കുന്ന 8%വും കേന്ദ്രം നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളും കൂടി കൂട്ടിയാൽ അത് ആകെ വരുമാനത്തിൻ്റെ 24%. കൂടാതെ രാജ്യത്താകെ വിവിധ പദ്ധതികൾക്കുള്ള സബ്സിഡിയായി ജനങ്ങൾക്ക് നേരിട്ട് അക്കൗണ്ടിൽ ലഭിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ 6%. അതായത് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നരേന്ദ്രമോദി സർക്കാർ നൽകുന്നത്. പക്ഷേ അപ്പോഴും മുൻ സർക്കാരുകളും ഈ സർക്കാരും വാങ്ങിയ കടത്തിൻ്റെ പലിശ മാത്രമായി ആകെ വരുമാനത്തിൻ്റെ 19% പോകുന്നു എന്നത് ഒരു ഗവൺമെൻറ് നിയന്ത്രിക്കേണ്ട കാര്യം തന്നെയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ കുറ്റം പറയുന്നതും ഇതേ കാര്യത്തിൽ തന്നെയാണ്. മോദി സർക്കാരിൻ്റെ പ്രഥമ പരിഗണന രാജ്യത്തിൻ്റെ ആത്മാവായ കാർഷിക മേഖലയുടെ പുരോഗതി തന്നെയാണ്. കാർഷിക മേഖലയിൽ കൂടുതൽ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും പണം ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് ബജറ്റിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്താകെ നിർമ്മിക്കുന്ന 1 ലക്ഷത്തോളം സംഭരണ കേന്ദ്രങ്ങൾ കാർഷിക മേഖലയ്ക്ക് മറ്റൊരു താങ്ങായി മാറും. വിവിധ തരത്തിലുള്ള ഭക്ഷ്യ എണ്ണകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്ന ഭാരതം അത് പൂർണ്ണമായും സ്വയം പര്യാപ്തമാക്കാനുള്ള നടപടികൾ ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. കൂടാതെ വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാത്ത വിളകൾ ലഭിക്കാൻ ഉതകുന്ന പുതിയ 109 ഇനം വിത്തുകളും കർഷകർക്കായി പുതുതായി രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. നാച്ചുറൽ ഫാമിംഗ് രാജ്യത്താകെ 1 കോടി കർഷകരിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയും കൊഞ്ചു വളർത്തലിന് നബാർഡിൻ്റെ സഹായവും ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ യുവതി യുവാക്കൾക്കായുള്ള മോദിയുടെ പ്രത്യേക പദ്ധതികളാണ് ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതിൽ ആദ്യ സ്കീം എന്നത് ഇന്നലെ വിശദമായി പറഞ്ഞതുപോലെ ആദ്യമായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് കമ്പനി നൽകുന്ന ശമ്പളം കൂടാതെ സർക്കാരിൻ്റെ സഹായമായി ആദ്യ മാസം നൽകുന്ന 15,000 രൂപയാണ്. രണ്ടാമത്തെ സ്കീം ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഇനി PF-ലേക്ക് തൊഴിലാളിയും തൊഴിലുടമയും അല്ലാതെ സർക്കാർ കൂടി ആദ്യ 4 വർഷം വിഹിതം നൽകുന്നു എന്നതാണ്. മൂന്നാമത്തേത് തൊഴിലുടമ പുതുതായി ജോലിക്കെടുക്കുന്ന തൊഴിലാളിക്ക് വേണ്ടി PF-ൽ അടയ്ക്കുന്ന പണത്തിൽ 3,000 രൂപ വരെയുള്ള ആദ്യ 2 വർഷത്തെ ആ തൊഴിലുടമയുടെ വിഹിതം സർക്കാർ അവർക്ക് തിരികെ നൽകുന്നു എന്നതാണ്. ഇതൊക്കെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് കാണാം. രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി 3 ലക്ഷം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ച ഈ ബജറ്റിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കായി ഹോസ്റ്റലുകളും മറ്റും നിർമ്മിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരാത്ത പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോഴുള്ള ഉയർന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ സ്ത്രീകളുടെ പേരിൽ വാങ്ങുന്ന വസ്തുവകകൾക്ക് കേന്ദ്രം പ്രത്യേക സഹായം സംസ്ഥാനങ്ങൾക്ക് നൽകാനും ഈ ബജറ്റ് വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വിദേശത്തല്ല സ്വദേശത്ത് തന്നെ ഉപരിപഠനത്തിനായി 10 ലക്ഷം രൂപ വരെ വെറും 3% പലിശ നിരക്കിൽ ലോൺ നൽകാനുള്ള വ്യവസ്ഥയും ഈ ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നു. കൂടാതെ അടൽ തിങ്കറിംഗ് ലാബ് പദ്ധതി പ്രകാരം രാജ്യത്തെ 25,000 കുട്ടികൾക്ക് ഇന്നൊവേഷന് വേണ്ടി 7.5 ലക്ഷം രൂപയുടെ ലോണും സർക്കാർ നൽകാൻ ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായി 20 ലക്ഷം ചെറുപ്പക്കാർക്ക് കൂടി വിദഗ്ധ തൊഴിൽ പരിശീലനവും എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, ITI തുടങ്ങിയ പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള നവീകരണവും വിഭാവനം ചെയ്തിരിക്കുന്നു. സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ ലോൺ നൽകുന്ന മുദ്ര യോജനയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തിയ ഈ ബജറ്റിൽ രാജ്യത്ത് മുൻനിരയിലുള്ള 500 കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് സർക്കാർ 5,000 രൂപ മാസ അലവൻസ് നൽകിയുള്ള അപ്രന്റീസ്ഷിപ്പും തുടങ്ങിയിരിക്കുന്നു. കൂടാതെ CSR ഫണ്ടിൽ നിന്ന് 6,000 രൂപയും ഈ ട്രെയിനികൾക്ക് ആദ്യ മാസം ലഭിക്കും. രാജ്യത്താകെ 12 പുതിയ വ്യാവസായിക പാർക്കുകൾ നിർമ്മിക്കാൻ പണം നീക്കിവെച്ച ബജറ്റിൽ അതിനോട് ചേർന്ന് തൊഴിലാളികൾക്കായി PPP മോഡലിൽ താമസ സൗകര്യത്തിനായി ഡോർമെറ്ററി ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യത്തെ 100 വലിയ നഗരങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കാനും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾക്കുമായി തുക വകയിരുത്തുന്ന ബജറ്റിൽ 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വസിക്കുന്ന 14 നഗരങ്ങളിൽ ഗതാഗത ഇടത്താവള മോഡൽ നവീകരണവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാം അഭിയാൻ എന്ന പദ്ധതി പ്രകാരം രാജ്യത്തെ 63,000 ആദിവാസി പട്ടികവർഗ ഗ്രാമങ്ങളിലെ 5 കോടി ആളുകളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു.
പോസ്റ്റ് ഓഫീസുകളെ ബാങ്കുകളാക്കിയുള്ള മോദിയുടെ പ്രവർത്തനം കൂടുതൽ ഉൾമേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന വിധം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ 100 പുതിയ ബ്രാഞ്ചുകളും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കാൻ സഹായം ചെയ്ത കേന്ദ്രം പുതിയ ബജറ്റിൽ ഇനിയും 1 കോടി വീടുകൾ കൂടി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം 1 കോടി വീടുകളിൽ സോളാർ സ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് 70,000 രൂപ വരെ സബ്സിഡി നൽകുന്നു. കൂടാതെ രാജ്യം ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഭാരത് സ്മാൾ റിയാക്ടർ എന്ന പദ്ധതി പ്രകാരം ന്യൂക്ലിയർ ഊർജ്ജ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൂടി നടപ്പിലാക്കാനും ബജറ്റിൽ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുടെ 4ാം ഘട്ടമായി രാജ്യത്ത് 25,000 ഗ്രാമീണ മേഖലകളെ കൂടി പുതിയ റോഡുകൾ വഴി കണക്ട് ചെയ്യാനും ബജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഇല്ലാതാക്കാനും കാർഷിക ജലസേചനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും ആസാം, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് ഈ ബജറ്റിൽ പ്രത്യേകമായി പണം അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടതുപോലെ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട 3 മരുന്നുകൾക്കുള്ള നികുതി പൂർണ്ണമായും ഗവൺമെൻറ് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഒപ്പം മൊബൈൽ ഫോൺ, ചാർജർ, സ്വർണം, സോളാർ സെൽ, അനുബന്ധ വസ്തുക്കൾ, മീൻ തീറ്റകൾ തുടങ്ങി പലതിൻ്റെയും നികുതിയിൽ ഇളവും വരുത്തിയിട്ടുണ്ട്. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 40-ൽ നിന്ന് 35 കുറച്ച ബജറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങളൊന്നായ ഏഞ്ചൽ ടാക്സ് എന്നറിയപ്പെട്ടിരുന്ന ഇടനില നികുതി പൂർണ്ണമായും ഒഴിവാക്കുന്നത് കൂടുതൽ വ്യവസായ സൗഹൃദമാക്കി രാജ്യത്തെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന മോദി സർക്കാരിൻ്റെ നയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബജറ്റ്. കാരണം പ്രതിപക്ഷം പോലും പറയുന്നത് ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന മഹാരാഷ്ട്രയ്ക്കോ ഹരിയാനയ്ക്കോ ജാർഖണ്ഡിനോ പോലും പ്രത്യേകമായ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ എല്ലാം ആന്ധ്രയ്ക്കും ബീഹാറിനും നൽകിയെന്നാണ്. വെറും രാഷ്ട്രീയമായി മാത്രം ഭരണത്തെ കണ്ടിരുന്നെങ്കിൽ മോദിക്ക് അത് ചെയ്യാമായിരുന്നു. പക്ഷേ മോദി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷവും മോദിക്കൊപ്പം നിൽക്കാൻ തയ്യാറായ സമൂഹത്തിനും സംസ്ഥാനത്തിനും ഒപ്പം താനുണ്ട് എന്നൊരു മെസ്സേജ് നൽകും വിധം ഒഡീഷയ്ക്കും കേരളത്തിലെ തൃശ്ശൂരിനും പ്രത്യേകമായൊരു പദ്ധതി ഈ ബജറ്റിൽ നടപ്പാക്കുക തന്നെ വേണമായിരുന്നു. അതൊരു വലിയ സിഗ്നലായിരുന്നേനെ. സുരേഷ് ഗോപി തന്നെ പറഞ്ഞതുപോലെ എയിംസ് ആയാലും വന്ദേ ഭാരത് ആയാലും റെയിൽവേ സ്റ്റേഷൻ നവീകരണമായാലും ടൂറിസം പ്രോജക്റ്റുകളാണെങ്കിലും ബജറ്റിൽ അനൗൺസ് ചെയ്യണമെന്നില്ല നടപ്പിലാക്കാൻ. എങ്കിലും തൃശ്ശൂരിനും ഒഡീഷയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന കിട്ടുമെന്നൊരു തോന്നൽ ഈ രാജ്യത്ത് ഉണ്ടാക്കേണ്ടത് തന്നെയായിരുന്നു.